Next is Module 4, Univariate and Multivariate Analysis. ഇതിൽ കൂടുതൽ പ്രോബ്ലംസ് ആണ്. ബാക്കി തിയറി പോർഷൻസ് കുറച്ചേ വരുന്നുള്ളൂ. പ്രോബ്ലംസ് നിങ്ങൾ ബികോമിൽ സ്റ്റാറ്റിയിൽ പഠിച്ച അതേ പ്രോബ്ലംസൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ വേറൊരു ഫോർമുലാസിലാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പറ്റിയില്ലെങ്കിൽ അതായാലും ചെയ്താൽ മതി. ഏതാണോ ഈസി അതനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് ആൻസർ വേണമെന്നേ ഉള്ളൂ. പിന്നെ ടെക്സ്റ്റിലുള്ളത് കൊണ്ട് ഇതിനായിരിക്കും കൂടുതൽ ഇമ്പോർട്ടൻസ്. ഓക്കെ, എൻ്റെ ടെക്സ്റ്റ് അത്ര ക്ലിയർ അല്ല, അതാണ് ബോർഡായിട്ടിരിക്കുന്നത്. ഇതിൽ ഫസ്റ്റ് നിങ്ങളുടെ ചാപ്റ്ററിലെ ഫസ്റ്റ് പേജാണത്, യൂണിവേരിയേറ്റ് ആൻഡ് മൾട്ടിവേരിയേറ്റ് അനാലിസിസ്. ഫസ്റ്റ് ഞാൻ പറയട്ടെ, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് യൂണിവേരിയേറ്റ് ആൻഡ് മൾട്ടിവേരിയേറ്റ്. യൂണിവേരിയേറ്റ് മീൻസ് ഓൺലി വൺ വേരിയബിൾ ആൻഡ് മൾട്ടിവേരിയേറ്റ് മീൻസ് ടു വേരിയബിൾസ്. അപ്പോൾ വൺ വേരിയബിളും ടു വേരിയബിളിൻ്റെ അനാലിസിസ് ആണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ദാറ്റ് ഈസ് റിഗ്രഷൻ ഇസ് കമ്മിങ് ഫസ്റ്റ്. അപ്പോൾ റിഗ്രഷൻ എന്താണെന്നറിയാലോ? റിഗ്രഷൻ എന്താ? എസ്റ്റിമേഷൻ ഓർ പ്രഡിക്ഷൻ ഓഫ് ആൻ അൺനോൺ വാല്യൂ ഫ്രം ദ നോൺ വാല്യൂ ഓഫ് ദി അതർ വേരിയബിൾ. അതായത് അറിയാവുന്നൊരു വേരിയബിൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അറിയാൻ പാടില്ലാത്ത ഒരു വേരിയബിൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഒരു ഇക്വേഷൻ ആയിരിക്കും എപ്പോഴും. അപ്പം ഇറ്റ് ഷോസ് ദ ഡിസ്ക്രൈബ് ആൻഡ് ഇവാലുവേറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ ഗിവൺ വേരിയബിൾ. അതിനെയാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ എന്ന് പറയുന്നത്. ഗിവൺ തന്നിരിക്കുന്നതാണ് ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ. ആൻഡ് വൺ ഓർ മോർ വേരിയബിൾസ്, ദാറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഓർ എക്സ്പ്ലനേറ്ററി വേരിയബിൾ. ഫോർ എക്സാമ്പിൾ, y ഈസ് ഈക്വൽ ടു 2x + 3 ആണെങ്കിൽ y ഈസ് ഡിപ്പെൻഡൻ്റ് ഓൺ ഹോം? എക്സിന്. എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? y കിട്ടത്തുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൽ പിന്നെ പറയുന്നത് നമ്മൾ റിഗ്രഷൻ എന്നുള്ളത് എങ്ങനെ വന്നു എന്നുള്ളതാണ്. അപ്പോൾ ദ ടേം റിഗ്രഷൻ വാസ് കോയിൻഡ് ബൈ സർ ഫ്രാൻസിസ് ഗാൽട്ടൺ. അയാൾ എന്താ ചെയ്തത്? ഹി സ്റ്റഡി ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഹൈറ്റ് ഓഫ് ചിൽഡ്രൻ ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദ പാരൻസ്. അപ്പോൾ ടോൾ പാരൻസിൻ്റെ മക്കളുടെ ഹൈറ്റ് എടുത്തു, അവർ ടോൾ ആയിരിക്കുമോ എന്നുള്ള രീതി ചെക്ക് ചെയ്തു. അതേപോലെ ഷോർട്ട് ഹൈറ്റുള്ള പാരൻസിൻ്റെ ഷോർട്ട് ഹൈറ്റുള്ള ചിൽഡ്രൻ തന്നെയാണോ എല്ലാവരും ഉണ്ടാവുന്നത് എന്നുള്ളതായിരുന്നു അയാളുടെ സ്റ്റഡി. പക്ഷേ ഫൈനലി ഹി കെയിം ടു നോ ദാറ്റ് the height, children's height were converges towards the average. converges എന്ന് വെച്ചാൽ എന്താ? അതിലേക്ക് ആവറേജിലേക്ക് മൂവ് ചെയ്യുന്നു അല്ലെങ്കിൽ റിഗ്രസ് ചെയ്യുന്നു. അങ്ങനെയാണ് ആ ടേം വന്നത്, റിഗ്രസിങ്, മൂവിങ്. റിഗ്രഷൻ ഓഫ് ചിൽഡ്രൻസ് ഹൈറ്റ് ടുവേർഡ്സ് ദ ആവറേജ് എന്നുള്ളത് കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഇതിനെ വേറൊരു രീതിയിൽ അവർ ടേം ചെയ്യേണ്ടത്, ദാറ്റ് ഈസ് ഗിവൺ ഇൻ യുവർ സെക്കൻഡ് പാരഗ്രാഫ് കേട്ടോ. റിഗ്രഷൻ ടുവേർഡ്സ് മീഡിയോക്രിറ്റി, അതായത് മീഡിയൻ, നടുക്കിലോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇനി ദേ ഹാവ് ഷോൺ ടു എക്സാമ്പിൾസ്, എക്സാമ്പിൾ 1 and 2. വാട്ട് ഈസ് സിമ്പിൾ റിഗ്രഷൻ ആൻഡ് മൾട്ടിപ്പിൾ റിഗ്രഷൻ? ഇഫ് ദർ ഈസ് ഓൺലി വൺ വേരിയബിൾ, അല്ലെങ്കിൽ വൺ വേരിയബിൾ ഇൻ ദ സെൻസ് എന്താ? ഒരു ഡിപ്പെൻഡൻറ്റും ഒരു ഇൻഡിപെൻഡൻറ്റും വേരിയബിളും ആണെങ്കിൽ, ഫോർ എക്സാമ്പിൾ y ഈസ് ഈക്വൽ ടു സെയിൽസ്. സെയിൽസിനെ ബാധിക്കുന്ന ഇതെന്താ? അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ സെയിൽസ് ആൻഡ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ, ദാറ്റ് ഈസ് നോൺ ആസ് സിമ്പിൾ റിഗ്രഷൻ. പക്ഷേ വൈനെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ, വി കോൾ ഇറ്റ് ആസ് വാട്ട്? മൾട്ടിപ്പിൾ റിഗ്രഷൻ. ഫോർ എക്സാമ്പിൾ, y കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഓഫ് എ ഫാമിലി, ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഫാമിലി ഇൻകം, ഫിനാൻസ് അസറ്റ് ഓഫ് ദ ഫാമിലി ആൻഡ് ഫാമിലി സൈസ്. ഓക്കെ, so they have shown one example. നമ്മൾ ആ പറഞ്ഞ സിമ്പിൾ റിഗ്രഷൻ, സെയിൽസ് ആൻഡ് അഡ്വർടൈസിങ് എക്സ്പെൻഡിച്ചർ, they have taken sales as y and advertising expenditure as x, and they got a relation after substituting the values. അതായത് റിഗ്രഷൻ്റെ ഫോർമുല വെച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഫൈനലി they got an equation y in terms of x, that is y is equal to 2500 plus 100x minus x square. ഇതിനെയാണ് ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, ബിക്കോസ് ദർ ഇസ് നോ എറർ ടേം ദർ. അതിന് താഴെ ഒന്ന് നോക്കിക്കേ, താഴെ എഴുതിയേക്കുന്നുണ്ടോ? ദ സെയിം റിലേഷൻഷിപ്പ്, ബട്ട് ദേ ഹാവ് ആഡഡ് വൺ മ്യൂ വാല്യൂ ദർ വിച്ച് ഈസ് നോൺ ആസ് എറർ ഓർ ഡിസ്റ്റർബൻസ് എന്ന് നമ്മൾ പറയും അല്ലേ. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെനെവർ, അല്ലെങ്കിൽ സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും. റാൻഡം എറർ എന്നുള്ളതാണ്, വരാതിരിക്കാം. സോ ദേ ആർ ഗിവൺ വൺ വാല്യൂ ഫോർ ദിസ് മ്യൂ. എറർ ഇങ്ങനെയൊക്കെ സംഭവിക്കാം, either +500 or -500. ഇഫ് ഇറ്റ് ഇസ് +500 ആണെങ്കിലും -500 ആണെങ്കിലും ദ പ്രോബബിലിറ്റി വാല്യൂ ഇസ് ഹാഫ്, വരാനും വരാതിരിക്കാനും സാധ്യത എന്നുള്ള രീതിയിൽ. സോ then they are going to substitute the value of x now. ഇപ്പോൾ സപ്പോസ് എക്സ് വാല്യൂസ് 50 ആണെങ്കിൽ ആ ഇക്വേഷനിൽ നിങ്ങളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 2500 + 100 × x എന്താ വരിക? 100 × 50, ഇറ്റ് ഇസ് 5000. മൈനസ് എക്സ് സ്ക്വയർ, എക്സ് എന്താണെന്ന് പറഞ്ഞാൽ 50. ഇപ്പോൾ 50 സ്ക്വയർ എത്രയാണ്? 2500. അപ്പോൾ എന്താ? 2500 ആൻഡ് -2500 ഗെറ്റ്സ് ക്യാൻസൽ. നമുക്ക് 5000 എന്ന് കിട്ടും അല്ലേ. 5000 + μ, 5000 + μ വാല്യൂ എത്രയാണ്? either 500
or minus 500. അപ്പോൾ if it is plus 500 ആണെങ്കിൽ എന്ത് വരും ആൻസർ 5500. minus 500 ആണെങ്കിൽ 5000 minus 500 4500 വരും. കണ്ടോ, അതാണ് അവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുന്നത്. ദ സെയിം വേ യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഗിവൺ എക്സ് വാല്യൂസ് ആസ് ആ ടേബിൾ കണ്ടോ, ഈ ഇക്വേഷനിൽ തന്നെ, അതായത് മ്യൂ ഉള്ള സമയത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് എക്സ് ആസ് 0 20 50 100 നമുക്ക് ഇങ്ങനെ റേഞ്ച് കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ റേഞ്ച് കാണിച്ചിരിക്കുന്നതാണ് ആ ലാസ്റ്റ് 4.1 ഫിഗറിൽ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം എന്നുള്ളതാണ്. പോസിബിൾ വാല്യൂസ് ഓഫ് വൈ ഫോർ ഗിവൺ വാല്യൂ ഓഫ് എക്സ്. ദേ ഹാവ് ഷോൺ അനദർ എക്സാമ്പിൾ വൈ ഈസ് ഈക്വൽ ടു 2 + x. അത് ഡിറ്റർമിനിസ്റ്റിക് ആണ്, നേരെ പോകുന്നു. അതിൻ്റെ ഡീവിയേഷൻ, വൈ വാല്യൂസിൻ്റെ ഡീവിയേഷൻ ആണ് y + 2x + mu എന്നും പറഞ്ഞ് താഴെ കാണിച്ചിരിക്കുന്നത്. സ്റ്റൊക്കാസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയും ഇഫ് ദാറ്റ് എറർ ടേംസ് ഹാവ് ബീൻ ഇൻക്ലൂഡഡ്. എറർ ടേം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ദ ഡീവിയേഷൻ ഓഫ് വൈ വാല്യൂസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് ഓൾ. നെക്സ്റ്റ് ഇസ് ദ റിഗ്രഷൻ ഇക്വേഷൻ ഫോർമുല. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ ഇനി ഞങ്ങളുടെ ടെക്സ്റ്റിൽ ഫുള്ള് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആ പ്രോബ്ലംസ് ഒക്കെയാണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിരിക്കുന്നത്. വാട്ട് യു സ്റ്റഡീഡ് ഇൻ യുവർ BCom ക്ലാസ്സസ് ഈ തന്നിരിക്കുന്ന റിഗ്രഷൻ ഇക്വേഷൻ ഫോർമുലയാണ്. ദാറ്റ് ഈസ് y ഓൺ എക്സ് ഉണ്ട്, x ഓൺ y ഉണ്ട്. രണ്ട് ടൈപ്പ് റിഗ്രഷൻ ഇക്വേഷൻ ഉണ്ട്. അതിൽ y ഓൺ എക്സ് ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ y വരണം, റൈറ്റ് സൈഡിൽ x on y ആണെങ്കിൽ നേരെ റിവേഴ്സ്, x should come on the left side and y on the right side. So what is the formula of regression equation of y on x? Y minus y bar is equal to byx into x minus x bar. അതിൽ byx എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ കാൽപിയേഴ്സണിൽ കണ്ട സെയിം ഫോർമുല, പക്ഷേ ഡിനോമിനേറ്ററിൽ ഒരു ചേഞ്ച് ഉണ്ട്. എന്തായിരുന്നു? n sigma xy minus sigma x sigma y divided by കാൽപിയേഴ്സണിൽ നമ്മൾ പഠിച്ചത് root of n sigma x square minus sigma x whole square into root of n sigma y square minus sigma y the whole square അല്ലേ? ഇവിടെ അതല്ല, ഡിനോമിനേറ്ററിൽ ഇറ്റ്സ് y on x, only the x term should come in the denominator. അപ്പോൾ എന്താ, without the root value it is n sigma x square minus sigma x the whole square. The same way regression equation of x on y means x should come on the left side and y on the right side. അതേപോലെ bxy regression coefficientൽ താഴെ എന്ത് വരണം, y terms മാത്രം വരണം, no change in the numerator value. ഓക്കെ, പിന്നെ കോറിലേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. ആഫ്റ്റർ ഗെറ്റിംഗ് ദ റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ടേക്ക് ദ പ്രോഡക്റ്റ് ഓഫ് ദോസ് ടു ആൻഡ് ടേക്ക് ദ റൂട്ട് വാല്യൂ 6 കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലംസൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഒന്നും കൂടി ഇപ്പോൾ അതാ നിങ്ങൾക്ക് ടെക്സ്റ്റ് നോട്ട്ബുക്കിലായിട്ട് നിങ്ങളുടെ സീനിയേഴ്സിൻ്റെ ബുക്കിൽ നിന്ന് ഞാൻ എടുത്തതാണ്. അവരുടെ ബുക്ക് അവർ അയച്ചു തന്നിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഐ ഡോണ്ട് നോ വെദർ ദർ ഇസ് എനി മിസ്റ്റേക്ക് ഇൻ ബിറ്റ്വീൻ. നിങ്ങളാ പറഞ്ഞ ഫോർമുല വെച്ചിട്ടൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മൾ ബോർഡിൽ ഞാൻ ചെയ്തതാണ്. കോറിലേഷൻ റിഗ്രഷൻ ചാപ്റ്ററിൽ നിങ്ങളെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ സെയിം ഐ ആം റിപ്പീറ്റിംഗ് അഗെയിൻ. സോ ദിസ് ഈസ് ദ സെയിം പ്രോബ്ലം വാട്ട് ഈസ് ഗിവൺ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്, ദറ്റ് ഈസ് ഇൻ പേജ് നമ്പർ 4.5. ലേബർ ആൻഡ് ഔട്ട്പുട്ട് എന്നും പറഞ്ഞിട്ടൊരു എക്സ് ആൻഡ് വൈ വാല്യൂസ് ഹാവ് ബീൻ ഗിവൺ ടു യു. അപ്പോൾ ആകെ തരുന്നത് എക്സ് വൈ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, ആക്ച്വലി വി ആർ നോട്ട് യൂസിങ് ദിസ് ഫോർമുല. നമ്മൾ സ്റ്റാറ്റി പഠിച്ച ഫോർമുല അല്ല യൂസ് ചെയ്യുന്നത്. ഇത് റിഗ്രഷനിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന ഒരു ഫോർമുല ബേസ്ഡ് ആയിട്ടാണ്. അത് ഞാൻ നെക്സ്റ്റ് സ്ലൈഡിലായിട്ട് കാണിച്ചു തരാം. സോ വാട്ട് യു ടു ഡു ഹിയർ ഇസ് കൺസ്ട്രക്ട്, we need 5 columns. xy is already given. The remaining 3 columns എന്ന് പറയുന്നത് x square, y square and xy. നമ്മൾ കാൽക്കുലേഷനിൽ ചെയ്യുന്ന പോലെ തന്നെ ആ വാല്യൂസിൻ്റെയൊക്കെ ടോട്ടൽസ് കാണാം, എല്ലാവരുടെയും 5 കോളംസിൻ്റെയും ടോട്ടൽസ് കാണാം. Now just check on the right side of your book. ഈ ലെഫ്റ്റ് സൈഡ് അല്ല, റൈറ്റ് സൈഡിൽ ഞാൻ എഴുതിയേക്കണുണ്ടോ റിഗ്രഷൻ ഇക്വേഷൻസ്. നമ്മൾ പഠിച്ച y on xൻ്റെ ആ ഫോർമുല എല്ലാം നമ്മളിവിടെ അപ്ലൈ ചെയ്യണത്. അനദർ തിങ് നോക്കിക്കേ, y on x എന്ന് പറയുമ്പോൾ y തന്നെ ലെഫ്റ്റ് സൈഡിൽ വരും, പക്ഷേ അനദർ ഫോം ഇറ്റ് ഈസ് a plus bx. അപ്പോൾ അതിൽ ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y ആൻഡ് x അങ്ങനെ തന്നെ ഇരിക്കും, എയും ബിയും കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ b എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ആ ഫോർമുല ഇവിടെ കാണുന്നുണ്ടോ നിങ്ങൾ, sxy ഡിവൈഡഡ് ബൈ ഓൺ എക്സ്. അപ്പോൾ താഴെ എക്സ് മാത്രം, ആ രീതിയിൽ sxx വന്നു. ഓക്കെ, എ എന്ന് പറയുന്നത് വൈ ബാർ മൈനസ് ബി എക്സ് ബാർ. നിങ്ങൾ ആ വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എഴുതിയതിൽ നിന്നും എ ബി എക്സ് അപ്പുറത്തേക്ക് ഉണ്ടായാൽ മതി, അപ്പോൾ ക്ലിയർ ആവും. വൈ ബാർ പിന്നെ എല്ലാം ബാർ ആക്കും. വൈ ബാർ മീനാണ് ഉദ്ദേശിക്കുന്നത്, മൈനസ് ബി എക്സ് ബാർ എന്നുള്ളത്. ഇനി വാട്ട് ഇസ് എസ് എക്സ് വൈ എസ് എക്സ് എക്സ് എന്ന് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ഇപ്പം തന്നെ എക്സ് ഓൺ വൈയും കൂടി പറയാം. എക്സ് ഓൺ വൈ എന്ന് പറയുമ്പോൾ നേരെ തിരിക്കുക, വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എക്സ് എന്നുള്ളത് എന്താവും, എ പ്ലസ് ബി വൈ ആവും. അവിടെ ആരൊക്കെ കാണണം, എയും ബിയും കാണണം. ബി എന്തായിരിക്കും, ഇറ്റ്സ് ഓൺ എക്സ് ഓൺ വൈ. അപ്പം ന്യൂമറേറ്റർ സെയിം തന്നെ, എസ് എക്സ് വൈ തന്നെ. താഴെ എന്താ, ഓൺ വൈ അല്ലേ, അപ്പോൾ എസ് വൈ വൈ വരും. എ അപ്പം എന്താ കിട്ടുന്നത്, ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇറ്റ്സ് എക്സ് ബാർ മൈനസ് ബി വൈ ബാർ. കണ്ടോ,
ഇനി ലെഫ്റ്റ് സൈഡിൽ അവർ ചെയ്തിട്ടുണ്ട് എസ് എക്സ് എക്സും എസ് എക്സ് വൈ ഒക്കെ എങ്ങനെ കിട്ടുന്നു. അപ്പോൾ ബിഫോർ ദാറ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ആവറേജ് ഓഫ് എക്സ് ആൻഡ് വൈ. എക്സ് ബാറും വൈ ബാറും കണ്ടുപിടിക്കുക. അത് നിങ്ങളുടെ ഡാറ്റ ഇപ്പോൾ നമ്മൾ ചെയ്തതിൽ നിന്നും 8ഉം 9.6 എന്നും പറഞ്ഞ് എക്സ് ബാറും വൈ ബാറും കിട്ടും. ഇനി എസ് എക്സ് എക്സ് എങ്ങനെയാണ് കാണേണ്ടത്? സിഗ്മ എക്സ് 2x, അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എൻ എക്സ് ബാർ സ്ക്വയർ കൊണ്ടാ. എസ് തേർഡ് വൺ നോക്കിയേ, മൂന്നാമത്തെ ഫോർമുല എസ് എക്സ് എക്സ് പോലെ എസ് വൈ വൈ എന്ത് വരും? അപ്പോൾ സിഗ്മ വൈ സ്ക്വയർ മൈനസ് എൻ വൈ ബാർ സ്ക്വയർ. ഇനി ഇൻ ബിറ്റ്വീൻ ആയിട്ട് ഒരു എസ് എക്സ് വൈ വരുന്നുണ്ട് അല്ലേ? എല്ലാവരുടെയും ന്യൂമറേറ്റർ നമ്മൾ എസ് എക്സ് വൈ എന്നല്ലേ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എസ് എക്സ് വൈ എന്താ വന്നേക്കണേന്ന് നോക്കിയേ, എക്സും വന്നു വൈയും വന്നു. അപ്പോൾ സിഗ്മ എക്സ് സ്ക്വയറും വൈ സ്ക്വയറിനും പകരം സിഗ്മ എക്സ് വൈ മൈനസ് എൻ എക്സ് ബാർ സ്ക്വയർ ഒക്കെ എഴുതുന്ന പോലെ എൻ എക്സും വേണം വൈയും വേണം. അപ്പോൾ എൻ എക്സ് ബാറും വൈ ബാറും. അപ്പോൾ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഡാറ്റ സം നമ്മൾ കണ്ടുപിടിച്ച് ഫോർമുലയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ എസ് എക്സ് എക്സ് ആറ്റ് 28, എസ് എക്സ് വൈ ആസ് 21, എസ് വൈ വൈ ആസ് 30.4. ഇനി ഇതാ റൈറ്റ് സൈഡിൽ വീണ്ടും നോക്കിക്കുക, ബിയുടെ അവിടെ അതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എ ആഫ്റ്റർ ഗെറ്റിംഗ് ബി only you can substitute an a value because there we require the b value, right? A is equal to y bar minus b x bar എന്നാണ്. അപ്പോൾ y ബാറും x ബാറും കിട്ടി. പക്ഷേ b കിട്ടണമെന്നുണ്ടെങ്കിൽ എസ് എക്സ് വൈ ബൈ എസ് എക്സ് എക്സ് ചെയ്താലേ കിട്ടുള്ളൂ. അതും കിട്ടിക്കഴിഞ്ഞും ഇതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോ ക്ലാസ്സിൽ എടുത്ത് തന്നതാണ് കേട്ടോ. ബോർഡിൽ എഴുതി ചെയ്ത് കാണിച്ചതെന്നാണ്, ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണമെന്നേ ഉള്ളൂ. ചോദിക്കുമോ എന്നറിയില്ല, എന്നാലും പഠിച്ചു വയ്ക്കുക. അപ്പോൾ y and കിട്ടി. Now you got the equation y is equal to, after getting a and b, substitute in the regression equation of y on x. എന്താ y on x? y is equal to a plus bx. കണ്ടോ? We'll be getting the result as 3.6 plus 0.75x. അതേപോലെ തന്നെ x on y ചെയ്യുക. x on y കാണാനായിട്ട് bയും കാണാം aയും കാണാം. കണ്ടോ? എയിലും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് you got the equation x as 1.376 plus 0.69y എന്നും പറഞ്ഞ് കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ റെസിഡ്യൽ സം സ്ക്വയേഴ്സ് എന്നും പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ റിഗ്രഷൻ സം സ്ക്വയേഴ്സ് എന്നും പറഞ്ഞൊരു സംഭവമാണ്. അപ്പോൾ അതും കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ദറ്റ് ഈസ് നത്തിങ് ജസ്റ്റ് എസ് സ്ക്വയർ എക്സ് വൈ ഡിവൈഡഡ് ബൈ എസ് എക്സ് എക്സ് എസ് വൈ വൈ. അപ്പോൾ എസ് എക്സ് വൈ എന്നുള്ളത് നമുക്ക് 21 കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സ്ക്വയർ എടുക്കാൻ മേളിൽ, അപ്പോൾ 441 ഡിവൈഡഡ് ബൈ 28 into 30.4. ഇതൊക്കെ ഞാൻ പറഞ്ഞത് എന്താ, ബി എക്സ് വൈയുടെ സംഭവം തന്നെ ഇവിടെ ചെയ്യുന്നു എന്നുള്ളത്, വേറെ ഒന്നുമില്ല. റൂട്ട് ഓഫ് ആർ എടുക്കുക എന്നുള്ളതാണ്. ആർ എങ്ങനെയാണ് എടുക്കുന്നത്? റൂട്ട് ഓഫ് ബി വൈ എക്സ് ഇൻറ്റു ബി എക്സ് വൈ അല്ലേ? ആ ഒരു സെയിം ഇത് ഫോളോ ചെയ്യണമെന്നേ ഉള്ളൂ ഇവിടെ. അങ്ങനെ യു ഗോട്ട് ദ റിസൾട്ട് ആസ് വാട്ട്? 0.52. ആർ വാല്യൂ ആണ് കിട്ടിയത്. ആർ വാല്യൂ ഇറ്റ് ഇസ് 0.52. ഓക്കെ. പിന്നെ ബി വാല്യൂ ഓഫ് എക്സ് ഓൺ വൈ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും സെയിം തന്നെ കിട്ടും. ഇതുണ്ടോ? ബി വൈ ഓൺ എക്സും ബി എക്സ് വൈയും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വൈ ഓൺ എക്സ് ബി വാല്യൂ എടുത്തിട്ട് ഇട്ടാലും സെയിം കിട്ടും. നമുക്ക് രണ്ട് ഇക്വേഷനിലും ബി കിട്ടിയല്ലോ, ആ ബി വാല്യൂ രണ്ടും കൂടി ഇൻറ്റു ചെയ്താലും ഈ സെയിം ആൻസർ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്താലും മതി. ഓക്കെ. നെക്സ്റ്റ് another problem of same type. പേജ് നമ്പർ 4.4ൽ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എക്സ് ആൻഡ് വൈ ഹാസ് ബീൻ ഗിവൺ ടു യു. സെയിം വേ എക്സ് സ്ക്വയർ വൈ സ്ക്വയർ കാണാം, എക്സ് വൈ കാണാം, ഇതേപോലെ എക്സ് ബാറും വൈ ബാറും കാണാം, എസ് എക്സ് എക്സ് സെയിം ഫോർമുല എസ് എക്സ് വൈയും കാണാം. ഓക്കെ. അതേപോലെ തന്നെ എസ് വൈ വൈ കണ്ടു, വൈ ഓൺ എക്സ് കണ്ടുപിടിച്ച ശേഷം വി ഗോട്ട് ആൻ റിഗ്രഷൻ ഇക്വേഷൻ ആസ് വൈ is equal to 1 plus 1.2x എന്ന്. After getting the a and b value ആണ് നമുക്ക് ഈ റിഗ്രഷൻ ഇക്വേഷൻ നേരത്തെ ഫോം ചെയ്ത പോലെ ഫോം ചെയ്തു. സോ ദിസ് ഇസ് ആക്ച്വലി ഡിറ്റർമിനിസ്റ്റിക് റിലേഷൻഷിപ്പ് ബിക്കോസ് നോ എറർ ഹാവ് ബീൻ ഷോൺ ഹിയർ. അപ്പോൾ ഇനി എററും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ദേ ഫൈൻഡ് ഔട്ട് ദ എറർ. ഇപ്പുറത്തെ റൈറ്റ് സൈഡിൽ പേജ് കണ്ടോ? ആക്ച്വലി ദാറ്റ് മ്യൂ വാല്യൂ ഇസ് നോട്ട് ഗിവൺ. നമുക്ക് കിട്ടിയ ആൻസേഴ്സ് ഞങ്ങൾ അവിടെ കൊണ്ടുവന്ന് എഴുതി വെച്ചു എന്നേ ഉള്ളൂ കേട്ടോ. മ്യൂ വാല്യൂ ഇല്ല. ദേ ഹാവ് ഗിവൺ ഓൺലി ദ എക്സ് ആൻഡ് വൈ വാല്യൂ ഇൻ ദ സെയിം ക്വസ്റ്റ്യൻ. നമ്മളിപ്പോൾ ചെയ്ത 4.4 പേജിലുള്ള സെയിം പ്രോബ്ലം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് എക്സ് ആൻഡ് വൈ ഹാവ് ബീൻ ഗിവൺ. അതിനുശേഷം എറർ കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? എറർ വേണമെന്നിടത്ത് എന്താ? y is equal to a plus bx plus mu അല്ലേ? അപ്പോൾ what you got as a plus bx 1 plus 1.2x plus mu എന്നും പറഞ്ഞിട്ടു. ഓക്കെ. ഇനി എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂവും എക്സിൻ്റെ വാല്യൂ നോക്കിയാൽ ആദ്യത്തെ എക്സ് വാല്യൂ എന്താ? 1, വൈ വാല്യൂ എന്താ? 3. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് മ്യൂ ആസ് 0.8. അതുകൊണ്ട് അവിടെ എഴുതിയെന്നേ ഉള്ളൂ. എറർ കണ്ടുപിടിക്കുക. സെക്കൻഡ് കേസിൽ ഫോർ ദ സെയിം ഇക്വേഷൻ യു ഹാവ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ദ എക്സ് വാല്യൂ ആസ് 2 ആൻഡ് വൈ വാല്യൂ ആസ് 4. അപ്പോൾ കിട്ടുന്ന റിസൾട്ട് 0.6. ദ സെയിം വേ യു ഹാവ് ടു റിപ്പീറ്റ് ഫോർ ദ റെസ്റ്റ് ഓഫ് ദ വാല്യൂസ്. ഓക്കെ.
കണ്ടോ ബാക്കി തേർഡ് ഫോർത്ത് ഫിഫ്ത്ത് ഒക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അവിടെ മ്യൂഡ് അവിടെ കൊണ്ടുവന്ന് എഴുതി കൊടുത്തതാണ്. ഇറ്റ്സ് നോട്ട് നെസസറി ടു കാൽക്കുലേറ്റ് ദിസ് എറർ. നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ മാത്രം ഫൈൻഡ് ഔട്ട് ദ എറർ ഓൾസോ. അല്ലെങ്കിൽ ഇഫ് യു ഹാവ് ഇനഫ് ടൈം നിങ്ങൾക്ക് ഇതും കൂടി കണ്ടുപിടിച്ച് വെക്കാം. അത്രേ ഉള്ളൂ, വേറെ നിർബന്ധമൊന്നുമില്ല, കാണണമെന്ന് നിർബന്ധമില്ല. 6 കാണാൻ പറയുവാണെങ്കിൽ ഈ ഫോർമുല ആർ റെസിഡിയൽ ആർ സം സ്ക്വയർസ് റിഗ്രഷൻ സം സ്ക്വയർസ് ബി ഇൻറ്റു ബി ചെയ്താലും മതി, സെയിം ആൻസർ തന്നെ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ എസ് സ്ക്വയർ എക്സ് വൈ ഇതൊക്കെ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എടുക്കാൻ മേലിൽ താഴെ എസ് എക്സ് എക്സും എസ് വൈ വൈയും ഇതൊക്കെ ഞാൻ ബോഡി കാണിച്ചിട്ടുണ്ട്. എറർ ഐ എം നോട്ട് റിമെമ്പറിങ്. ഈ ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. നൗ ബൈ ദ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. ഈ റിഗ്രഷനിൽ അടുത്ത ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് ലീസ്റ്റ് സ്ക്വയർ. ദാറ്റ് ഇൻ സ്റ്റാറ്റി വി ഹവ് സ്റ്റഡീഡ് വിത്ത് അനദർ ഫോർമുല. ഇവിടെ നമ്മൾ വേറൊരു പുതിയ രീതിയിൽ തന്നെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ഇറ്റ്സ് ഗിവൺ ഇൻ യുവർ പേജ് നമ്പർ 4.13 ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ 4.13 അല്ല, ഇറ്റ്സ് ഓൺ 4.14 കേട്ടോ. 4.14 തന്നിരിക്കുന്നത്. വൈയും തന്നിട്ടുണ്ട്. ഇറ്റ്സ് മൾട്ടിപ്പിൾ ടൈപ്പ് റിഗ്രഷൻ. 2 x1 x2 തന്നിട്ടുണ്ട്. ഒരാളല്ല, 2 ഡിപ്പെൻഡൻറ്റ് വേരിയബിൾസ് ഉണ്ട്, x1 ആൻഡ് x2. അപ്പോൾ വാട്ട് യു ഹാവ് ടു ഡു ഹിയർ ഇസ് യു ഹാവ് ടു ടേക്ക് ദ കോമ്പിനേഷൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അതായത് ഇപ്പോൾ തന്നിരിക്കുന്ന 3 പേരുടെയും സ്ക്വയർ നമ്മൾ എപ്പോഴും എടുക്കുന്ന പോലെ തന്നെ x1 സ്ക്വയർ വേണം, x2 സ്ക്വയർ കോളം വേണം, y സ്ക്വയർ കോളം വേണം. അതൊക്കെ. പിന്നെ ഇനി പെയേഴ്സ് ആക്കാൻ പോവാണ്. പെയേഴ്സ് എങ്ങനെയൊക്കെ ആക്കുന്നത്? x1 y x2 y പിന്നെ x1 x2. കണ്ടോ, ഇങ്ങനെ കുറേ കോമ്പിനേഷൻസ് കൂടി ചെയ്ത് ഇവരുടെ എല്ലാവരുടെയും സം കണ്ട് തന്നിരിക്കുന്ന 3 പേരുടെ, അതായത് ആരൊക്കെയാണ് തന്നിരുന്നത് y x1 x2 അവരുടെയൊക്കെ മീനും ആവറേജും കണ്ടുപിടിക്കുക. ഇത്രയാണ് ആദ്യത്തെ ജോലി. ഓക്കെ, നെക്സ്റ്റ് എല്ലാത്തിൻ്റെയും കോഎഫിഷ്യൻസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാൻ പോവുകയാണ്. ദാറ്റ് ഇസ് പെയർസ് ചെയ്ത പോലെ തന്നെ നമ്മൾ എക്സ് ചെയ്ത പോലെ ഇവിടെ എസ് x1 ഒക്കെ ഉണ്ടോ, എസ് x1 പിന്നെ എസ് x2 പിന്നെ ഏതാ y തന്നിട്ടുണ്ട് അല്ലേ, എസ് y. ഇനി പെയർസ് കോമ്പിനേഷൻ. അപ്പോൾ എന്ത് വരും? എസ് x1y എസ് x2y പിന്നെ എസ് x1 x2. അപ്പോൾ ഇത്രയും പേരുടെ ഫോർമുല അറിയാലോ. നമ്മൾ നേരത്തെ എസ് എക്സ് എക്സ് കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? എൻ സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് എൻ x1 ബാർ സ്ക്വയർ. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ രണ്ട് പേര് തന്നിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. x1 സ്ക്വയർ മൈനസ് എൻ x1 ബാർ സ്ക്വയർ. x2 ആകുമ്പോൾ x1 റീപ്ലേസ് ചെയ്യുക, y ആകുമ്പോൾ ഇതിനെ ഫുള്ള് y വെച്ച് റീപ്ലേസ് ചെയ്യുക. x1ഉം y ആണെങ്കിൽ ഈ സ്ക്വയർ അങ്ങോട്ട് മാറും, പകരം ഒരു x1ഉം ഒരു y എടുക്കും. ഇവിടെ 2 SY എന്ന് പറഞ്ഞാൽ 2 y വന്നുകൊണ്ടാണ് y സ്ക്വയർ എടുത്തത്. x1ഉം y ആണെങ്കിൽ സെപ്പറേറ്റ് കാണിക്കുക, അതേപോലെ സെപ്പറേറ്റ് അവരുടെ ആവറേജ് എടുക്കുക. ഫോർമുല സെയിം. ഇങ്ങനെ എല്ലാവരുടെയും കണ്ടുപിടിക്കുക. ഓക്കെ, ആൻഡ് സാധാരണ റിഗ്രഷൻ ഇക്വേഷൻ എങ്ങനെയാണ്? y = a + bx അല്ലേ. ഇവിടെ പക്ഷേ 2 x വേരിയബിൾ വന്നുകൊണ്ട് ഇറ്റ് ഇസ് y = a + b1 x1 + b2 x2 ഇങ്ങനെയാണ് എടുക്കുന്നത്. ഇനി എന്താണെന്ന് നോക്കിക്കോ. ഇനി യു ഹാവ് ടു ഫോം ദ റിഗ്രഷൻ ഇക്വേഷൻ അല്ലേ. അപ്പോൾ റിഗ്രഷൻ ഇക്വേഷൻ കാണാനായിട്ട് 2 പേര് വന്നുകൊണ്ട് ഇങ്ങനെയാണ് ഫോർമുല. നിങ്ങൾ ചെയ്യേണ്ട രീതി ഇങ്ങനെ 2 ഇക്വേഷൻസ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പോവുകയാണ്. കാണുന്നുണ്ടോ റൈറ്റ് സൈഡിൽ? രണ്ട് റോയ്ക്കും പേരിടുക, x1 ആൻഡ് x2. അതേപോലെ കോളത്തിനും x1 x2 എന്നിടുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഈ ഒരു പൊസിഷൻ, ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? x1 വരുന്നത്. അതുകൊണ്ട് എന്ത് വരും? എസ് x1 b1 കണ്ടോ, പ്ലസ് അടുത്തത് എന്താ? ഫസ്റ്റ് റോയും സെക്കൻഡ് കോളവും. അപ്പോൾ ഏതാ? x1ഉം x2ഉം. സോ എസ് x1 b2 ഇസ് ഈക്വൽ ടു ആദ്യത്തെ റോ അല്ലേ x1 y കണ്ടോ, സെക്കൻഡ് അതേപോലെ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ x2 x1 b1 പ്ലസ് രണ്ടും സെക്കൻഡ് റോ സെക്കൻഡ് കോളം. അപ്പോൾ എസ് x2 b2 സെക്കൻഡ് റോ y. അപ്പോൾ എസ് x2 y. ഇങ്ങനെ 2 ഇക്വേഷൻ നിങ്ങൾക്ക് കിട്ടി. നൗ യു നോ ദ വാല്യൂ ഓഫ് എസ് x1 ഒക്കെ നമ്മളതപ്പോൾ ലെഫ്റ്റ് സൈഡിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ ഉള്ളൂ. 16 b1 + 12 b2 അങ്ങനെ = 2. കാരണം എസ് x1 y is 2 കണ്ടോ. ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വി ഗോട്ട് 2 ഇക്വേഷൻസ്. യു നോ ഹൗ ടു സോൾവ് ദീസ് 2 ഇക്വേഷൻസ്. ഒരേപോലെ കോഎഫിഷ്യൻ്റ് ആക്കി എലിമിനേറ്റ് ചെയ്തിട്ട് ഫൈൻഡ് ദ വാല്യൂ ഓഫ് b1 ആൻഡ് b2 എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ദർ ഇസ് സം മിസ്റ്റേക്ക് ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. എനിക്കും ചെയ്തപ്പോൾ ഇത് തന്നെയാണ് സെയിം ആൻസർ കിട്ടിയത്. സോ യു വിൽ ബി ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് b1 ആൻഡ് b2. ഇനി b1ഉം b2 മാത്രം പോരാ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ വാട്ട് ഈസ് യുവർ ഇക്വേഷൻ? y = a + b1 x1 + b2 x2. Now you got the value of b1 and b2. What is pending? A value have to be calculated. അപ്പോൾ a value എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് നോക്കാം.
So our main equation is y is equal to a plus b1 x1 plus b2 x2. അതിൽ b1 ഉം b2 ഉം കാൽക്കുലേറ്റ് ചെയ്തു. a കാൽക്കുലേറ്റ് ചെയ്യാൻ എന്തായിരുന്നു ഫോർമുല ഓർമ്മയുണ്ടോ? y ബാർ മൈനസ് ബി എക്സ് ബാർ. പക്ഷേ ഇവിടെ രണ്ട് എക്സ് വാല്യൂസ് ഉള്ളതുകൊണ്ട് ഇറ്റ് ഇസ് y ബാർ മൈനസ് b1 x1 ബാർ മൈനസ് b2 x2 ബാർ. യു ഗോട്ട് ദ വാല്യൂ ഓഫ് y ബാർ b1 b2 x1 bar x2 bar ഇവരെല്ലാവരും കിട്ടിയിട്ടുണ്ട്. യു സിംപ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ആൻഡ് റിസൾട്ട് ഇസ് a is equal to minus 40.25. ഇനി ഈ ഫസ്റ്റ് കാണുന്ന y is equal to a1 plus regression ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദിസ് ഇസ് നോട്ട് ദ ആൻസർ വാട്ട് യു ഗോട്ട് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. അതിൽ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് കേട്ടോ. ഇങ്ങനെ ചെയ്താൽ മതി. ദാറ്റ്സ് ഓൾ. So the next portion that comes in your textbook is normality test or normal distribution. ഇതുവരെയുള്ള പ്രോബ്ലംസ് ആയിരുന്നു, അതായിരുന്നു ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് ഇസ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ദാറ്റ് യു ഓൾറെഡി സ്റ്റഡീഡ് ഇൻ സെക്കൻഡ് മൊഡ്യൂൾ അല്ലേ, നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ ഇതിലും ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഒരു അഡീഷണൽ പാർട്ട് മാത്രമേ ഇവിടെ കണ്ടു, അതാണ് ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്തത്. So as I already mentioned in third module, it is a continuous random variable in statistics and econometrics. അതുകൊണ്ടാണ് ഇതിനെ normal distribution എന്ന് പറയുന്നത്. The rest of the other two were discrete distribution അല്ലേ, ഇത് continuous ആണ്. And it looks like a bell shaped, symmetric ആണ്, രണ്ട് സൈഡും ഒരേപോലെ തന്നെ. പിന്നെ അതിൻ്റെ ഒരു രണ്ട് ഫിഗർ കണ്ടോ, പ്രോബബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷനും നോർമൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനും. അത് മാത്രമേ ഉള്ളൂ ഒന്ന് പുതിയതായിട്ടുള്ളൊരു കാര്യം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് കാണിക്കുക. പിന്നെ പ്രോപ്പർട്ടീസ് വാട്ട് യു സ്റ്റഡീഡ് ഇൻ മൊഡ്യൂൾ 2 അത് തന്നെ മതി ഇവിടെ. ഇനിയിപ്പോൾ പുതിയതായിട്ടൊന്നും പഠിക്കേണ്ട, കുറേ പോയിൻറ്റ്സൊക്കെ അഡീഷണൽ ഇവിടെ തന്നിട്ടുണ്ട്, അത് വേണ്ട, നിങ്ങളിത് പഠിച്ചാൽ മതി. സിമെട്രിക് ആണ്, അറൗണ്ട് ദ മീൻ, പിന്നെ മോഡ് ഒരെണ്ണേ ഉള്ളൂ, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 3 പഠിച്ചില്ലേ, ആ സെയിം കാര്യം തന്നെ ഇവിടെയും പഠിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇസ് ദ ജാർക്യുബെറ ടെസ്റ്റ്. ആക്ച്വലി ഈ ഒരു പ്രോബ്ലം അനോവ പ്രോബ്ലമാണ് ഞാൻ തലേദിവസം എടുത്തു തരാമെന്ന് പറഞ്ഞത്. കുറച്ച് പെട്ടെന്ന് ഫോമുല നമ്മുടെ മൈൻഡിൽ നിൽക്കില്ല, അങ്ങനത്തെ ഒരു ടൈപ്പ് ഫോമുലാസാണ്, ഇച്ചിരി ടഫ് ഫോമുല ആണ്, അതുകൊണ്ടാണ് ഇത് തൊട്ട് മുമ്പ് എടുക്കാമെന്ന് വെച്ച് പറഞ്ഞത്. So Jarque-Bera test, actually this test is used for checking the normality test. സ്റ്റാറ്റിയിൽ വേറെ കുറേ ടെസ്റ്റ് ഉണ്ട്, ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റ്, അങ്ങനത്തെ കുറേ ടെസ്റ്റ് ഉണ്ട്. പക്ഷേ ഈ ടി ടെസ്റ്റ്, എഫ് ടെസ്റ്റിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ ലാർജ് ഡാറ്റ എന്നെ ലാർജ് ആയാലും ഈ ടെസ്റ്റുകൾ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഈ ടെസ്റ്റുകൾ നടത്തുന്നതിന് മുമ്പായിട്ട് റൺ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജാർque-Bera ടെസ്റ്റ്. നോർമാലിറ്റി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലാർജ് ഡാറ്റ ആണെങ്കിലും ഇതിന് പ്രശ്നമില്ല, ഇത് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഫോമുല ഉണ്ട് ദാറ്റ് യു ക്യാൻ സീ ഇൻ പേജ് നമ്പർ 4.21. ജെ ബി സ്റ്റാൻഡ് ഫോർ ജാർque-Bera ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു, ഇറ്റ്സ് നോട്ട് ക്ലിയർ ഇൻ മൈ പിക്ക്, സ്ലൈഡിൽ ക്ലിയർ അല്ല കേട്ടോ, ടെക്സ്റ്റിൽ ക്ലിയർ അല്ല, നിങ്ങളുടെ ടെക്സ്റ്റ് ഓക്കെ ആണോ നോക്കുക. ജസ്റ്റ് എൻ ഇൻറ്റു സ്ക്യൂനെസ് സ്ക്വയർ ബൈ 6 പ്ലസ് കൊർട്ടോസിസ് മൈനസ് 3, കാരണം കൊർട്ടോസിസ് 3 ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് നോർമാലിറ്റിയിൽ അല്ലേ. കൊർട്ടോസിസ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ 24. ഇതാണ് ഫോമുല. അതിൽ സ്ക്യൂനെസ് കാണാനുള്ള ഫോമുലയും കൊർട്ടോസിസ് കാണാനുള്ള ഫോമുലയും ഇറ്റ്സ് ഗിവൺ അറ്റ് ദ ബോട്ടം. എന്തൊക്കെയാണ്? സ്ക്യൂനെസ് ഇസ് ഈക്വൽ ടു 1/n ഇൻറ്റു സിഗ്മ xi മൈനസ് എക്സ് ബാർ ദ ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 1/n ഇൻറ്റു xi മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ ദാറ്റ് ഹോൾ റേസ് ടു 3/2, ആ എൻ്റയർ തിങ്. അതേപോലെ കൊർട്ടോസിസ് ആകുമ്പോൾ എക്സ് മൈനസ് എക്സ് ബാർ, സെയിം ഫോമുല ഇൻ ദ ന്യൂമറേറ്റർ ബട്ട് ഹോൾ റേസ് ടു 3 അല്ല, പകരം 4 ആണ്. ഡിനോമിനേറ്ററിൽ ഒന്നുമില്ല, ഇറ്റ്സ് വെരി സിമ്പിൾ. ആ സ്ക്യൂനെസ്സിൽ നിന്ന് ആ 3/2 എടുത്ത് മാറ്റുക, ബാക്കി ദ സെയിം. അപ്പോൾ ആഫ്റ്റർ ഗെറ്റിംഗ് ദ സ്ക്യൂനെസ് ആൻഡ് കർട്ടോസിസ് ബൈ യൂസിങ് ദീസ് ഫോമുല ജെ ബിയിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഇഫ് ദിസ് ജെ ബി വാല്യൂ വാട്ട് യു ഹവ് കാൽക്കുലേറ്റഡ് ഇസ് ഗ്രേറ്റർ ദാൻ ദ chi-square ടേബിൾ അറ്റ് ആൽഫ അറ്റ് 2, അതായത് ആൽഫ മീൻസ് ദ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഇസ് ഗിവൺ ആസ് 2. അതിൽ ചെക്ക് ചെയ്തിട്ട് ജെ ബി വാല്യൂ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത വാല്യൂ chi-square വാല്യൂവിനേക്കാളും കൂടുതലാണെങ്കിൽ നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യും. ഓക്കെ, ആ റിജക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് നോട്ട് ഫോളോയിങ് നോർമൽ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് അത് പറയുന്നത്. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ജാർque-Bera ടെസ്റ്റ് സംടൈംസ് തിയറി ആയിട്ട് ചോദിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്യണം, ഇൻക്ലൂഡിങ് ദ ഫോമുല. സോ യു നീഡ് ടു ബൈ ഹാർട്ട് ദിസ് ഫോമുല. ഇത്രയും കാര്യം പറഞ്ഞാൽ നോർമാലിറ്റി ടെസ്റ്റിനാണ് യൂസ് ചെയ്യുന്നത്. വേറെ ടെസ്റ്റ് ഉണ്ടെങ്കിലും അതിന് മുമ്പായിട്ട് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് ജാർque-Bera. പിന്നെ എൻ ലാർജ് ആയാലും പ്രശ്നമില്ല. പിന്നെ ജെ ബിയുടെ ഫോമുല എന്തായിരുന്നു? എൻ ഇൻറ്റു സ്ക്യൂനെസ് സ്ക്വയർ ബൈ 6 പ്ലസ് കർട്ടോസിസ് മൈനസ് 3 ദ ഹോൾ സ്ക്വയർ ബൈ 24. പിന്നെ സ്ക്യൂനെസ് കാണാനുള്ള ഫോമുലയും കർട്ടോസിസ് കാണാനുള്ള ഫോമുല ജസ്റ്റ് 1 ടൈംസ് ഒന്ന് എഴുതിയാൽ പെട്ടെന്ന് ക്ലിക്ക് ആവും നിങ്ങൾക്ക്. അതാണ് ഫോമുല. ഓക്കെ, പ്രോബ്ലം ഇനി ഇതിലൊരു പ്രോബ്ലം കാണിച്ചിട്ടുണ്ട്, അതായത് ഷോ യു ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ഓക്കെ,
സോ ദിസ് ഇസ് എ ഫോർമുല ജാർക്കുബേറയുടെ സ്ക്യൂനെസ്സിൻ്റെ കണ്ടല്ലോ എന്തൊക്കെ വേണം നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ ക്യൂബും എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ വേണം എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ റേസ് ടു 4 വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ദ ഫോർമുല ആൻഡ് ദ കണ്ടീഷൻ ഹാവ് ബീൻ ഗിവൺ ഇൻ ദ ലെഫ്റ്റ് സൈഡ്. ഇത്രയും ലെങ്തി ആയിട്ടുള്ള ഇതായതുകൊണ്ട് തന്നെ ഇറ്റ് ടേക്സ് ടൈം. അപ്പോൾ അതുകൊണ്ട് മിക്കവാറും ചോദിക്കാൻ സാധ്യതയില്ല ആസ് എ പ്രോബ്ലം ടൈപ്പ്. പക്ഷേ നിങ്ങൾ നോക്കിക്കോ. അപ്പോൾ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ആൽഫ ഇസ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ കണ്ടോ. ഇപ്പോഴത്തെ റൈറ്റ് സൈഡിലെ ക്വസ്റ്റ്യൻ കണ്ടോ. ഇറ്റ്സ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക് 4.21 സെയിം ക്വസ്റ്റ്യൻ തന്നെ ഞാൻ എടുത്തിരിക്കുന്നത്. സോ ആ കൈ സ്ക്വയർ വാല്യൂ അറ്റ് 0.05 2 ഡിഗ്രി ഓഫ് ഫ്രീഡത്തിൽ നോക്കുക. അക്സെപ്റ്റ് ചെയ്യോ റിജക്റ്റ് ചെയ്യോ. ഒരു കുറേ ഡാറ്റാസ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് യുവർ എക്സ് വാല്യൂ. ഇതിൻ്റെ മീൻ കാണാം. അപ്പോൾ എക്സ് ബാർ കിട്ടും അല്ലേ. എന്നിട്ട് എന്ത് ചെയ്യണം, ഓരോ എക്സ് വാല്യൂ മീനിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തേക്കണം എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് യുവർ എക്സ് മൈനസ് എക്സ് ബാർ. ദാറ്റ് ഈസ് യുവർ സെക്കൻഡ് കോളം. ഇനി അതിൻ്റെ സ്ക്വയർ, അതിൻ്റെ ക്യൂബ്, അതിൻ്റെ ഹോൾ റേസ് ടു 4. ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അതാണ് ഈ ഡാറ്റയിൽ ഈ പേജിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. കണ്ടോ കുറേ ഉണ്ട്. അത് സൈനൊക്കെ കൺസിഡർ ചെയ്യുക, സമയമെടുക്കും. എന്നിട്ട് അതിൻ്റെ ടോട്ടൽസ് കണ്ടുപിടിക്കുക. ടോട്ടൽസ് കണ്ടുപിടിച്ച ശേഷം കുർട്ടോസിസിലെ ഫോർമുല ഉണ്ടോ മേളിൽ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ റേസ് ടു 4ൻ്റെ സം. ആ സം അവിടെ എടുത്ത് എഴുതുക. താഴെ അതേപോലെ ചെയ്തിട്ട് ആൻസർ ചെയ്തിട്ട് സ്ക്വയർ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ ആൻസർ കിട്ടി 2.9421. പിന്നെ സ്ക്യൂനെസ്സിൻ്റെ അതേപോലെ തന്നെ എന്താ ഹോൾ റേസ് ടു ഒരു 3/2 ഉണ്ടല്ലേ. അപ്പോൾ ആ ഹോൾ റേസ് ടു 3/2 കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ. അതിൻ്റെ അർത്ഥം 37.8ൻ്റെ ക്യൂബ് എടുക്കുക. എന്നിട്ട് റൂട്ട് എടുക്കുന്നതിനെയാണ് 3/2 എന്ന് പറയുന്നത്. റൂട്ടിൻ്റെ വാല്യൂ എന്താ 1/2. അപ്പോൾ റൂട്ട് 37.8 ക്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് 3/2 എന്നാണ്. അപ്പോൾ യു ഗോട്ട് ദ വാല്യൂ ഓഫ് സ്ക്യൂനെസ് ഓൾസോ. ആഫ്റ്റർ ഗെറ്റിംഗ് ദീസ് 2 വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ നമ്മുടെ ജെ ബിയിലോട്ട്. അത് നെക്സ്റ്റ് സ്ലൈഡിലുണ്ട്. ആഫ്റ്റർ ദാറ്റ് ഫൈൻഡ് ദ ജെ ബി വാല്യൂ. അതിനുശേഷം കൈ സ്ക്വയർ ടേബിളിൽ കൊണ്ട് ടെസ്റ്റ് ചെയ്യണം ഡിഗ്രി ഓഫ് ഫ്രീഡം ഓക്കെ ആണോ. അപ്പോൾ ഈ വാല്യൂ ആ കൈ സ്ക്വയർ ടേബിൾ വാല്യൂവിനേക്കാളും വലുതാണെങ്കിൽ വി റിജക്റ്റ്. ദിസ് ഇസ് നോട്ട് ഫോളോയിങ് നോർമാലിറ്റി. ലെസ് ആണെങ്കിൽ വി ആക്സെപ്റ്റ് ദാറ്റ് ദിസ് പർട്ടിക്കുലർ ഡാറ്റ ഫോളോസ് ദ നോർമാലിറ്റി ടെസ്റ്റ്. അത്രേ ഉള്ളൂ. നെക്സ്റ്റ് സ്റ്റേഷനറിറ്റി സീരീസ്. സ്റ്റേഷനറിറ്റി എന്നുള്ള പേര് കേൾക്കുമ്പോൾ തന്നെ ഇറ്റ്സ് അറിയാമല്ലേ. ഇറ്റ്സ് കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ ഈ സ്റ്റാറ്റിയിൽ യൂസ് ചെയ്യുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. മീൻ, വേരിയൻസ്, കോറിലേഷൻ എക്സെട്ര വിൽ ബി കോൺസ്റ്റൻറ്റ് വിത്ത് ടൈം. അപ്പോൾ അതിനെയാണ് സ്റ്റേഷനറിറ്റി ടൈം സീരീസ് എന്ന് പറയുന്നത്. സോ മോസ്റ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ്, സ്റ്റാറ്റിയിലെ ഫോർകാസ്റ്റിംഗ് മെത്തേഡ്സ് എല്ലാം അസ്യൂം ചെയ്യണത് ടൈം സീരീസ് എല്ലാം സ്റ്റേഷനറി ആയിരിക്കേ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കോൺസ്റ്റൻ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഡീവിയേറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ നമുക്ക് അത് വെച്ചിട്ട് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ ഫോർകാസ്റ്റ് ചെയ്യുന്നത് ഇസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഓർ വിത്ത് ദ യൂസ് ഓഫ് മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനാണ്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഈസി ടു പ്രഡിക്റ്റ്. ഓക്കെ, മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ വഴി നമുക്കത് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും ഫ്യൂച്ചറിൽ എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷേ ഈ പ്രഡിക്ഷൻസിന് പിന്നെ നമുക്ക് ഒറിജിനൽ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ വാട്ട് എവർ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ വി അപ്ലൈഡ് ഫോർ ദ ഒറിജിനൽ വൺ അതിനെ അൺട്രാൻസ്ഫോം ചെയ്യുക. അതായത് റിവേഴ്സിങ് ദ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷൻ വർ പ്രീവിയസ്ലി യൂസ്ഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒറിജിനൽ സീരീസ് ഏതാണെന്നുള്ളത് കിട്ടും. അപ്പോൾ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ടൈം സീരീസിനെ നമ്മൾ സ്റ്റേഷനറൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡിഫറൻസിങ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ടോപ്പിക്. അങ്ങനെയാണ് ഒരു അരിമ മോഡൽ ഫിറ്റ് ചെയ്യുന്നത് നമുക്ക്. അരിമ മോഡൽ മീൻസ് ദാറ്റ് ഫുൾ ഫോം ഹസ് ബീൻ ഗിവൺ ഇൻ ദ ഹെഡിങ്. ഞാൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഓട്ടോ റിഗ്രസീവ് ഇൻറ്റഗ്രേറ്റഡ് മൂവിങ് ആവറേജ് എന്നാണ് അരിമ. AR ഓട്ടോ റിഗ്രസീവ്, I സ്റ്റാൻഡ് ഫോർ ഇൻറ്റഗ്രേറ്റഡ് ആൻഡ് മൂവിങ് ആവറേജ്. അങ്ങനെയാക്കി എടുക്കും. ആ ഒരു മോഡലിനെ പറ്റിയൊരു ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റേഷനറൈസിങ് നമ്മൾ ചെയ്യുന്നത്, ഒരു ടൈം സീരീസ് സ്റ്റേഷനറൈസ് ചെയ്യുന്നത്. അത് കുറേ മാത്തമാറ്റിക്കൽ ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് നമ്മളത് ചെയ്യുന്നതെന്ന് മാത്രം. ഓക്കെ, പിന്നെ പറയുന്നത് ഇതിൽ ഫോർ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അനദർ റീസൺ ഫോർ ട്രൈയിങ് ടു സ്റ്റേഷനറൈസ് എ ടൈം സീരീസ് ഇസ് ടു ഒബ്റ്റെയിൻ മീനിങ് സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് മീൻ, വേരിയൻസോ കോറിലേഷൻസ് വിത്ത് അതർ. അതിനൊക്കെ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടൈം സീരീസിനെ സ്റ്റേഷനറൈസ് ചെയ്യുന്നത്, കോൺസ്റ്റൻ്റ് ആക്കുന്നത്. ഓക്കെ, പിന്നെ ഇഫ് ദ സീരീസ് ഇസ് consistently increasing over time, the sample mean and variance will grow with the size of the sample. സൈസ് സീരീസ് ഒത്തിരി ഇൻക്രീസ് ടൈം സമയത്തിനനുസരിച്ച് ഇൻക്രീസ് വരുവാണെങ്കിൽ മീനും വേരിയൻസും എല്ലാം അതിൻ്റെ സൈസ് അനുസരിച്ച് ഗ്രോ ചെയ്യും. സോ ഇറ്റ്സ് ഡിഫിക്കൽട്ട്, അണ്ടർ എസ്റ്റിമേറ്റ് ആവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ഫ്യൂച്ചർ പീരീഡ്സിൽ.
പിന്നെ അതേപോലെ വെൽ ഡിഫൈൻഡ് ആയിട്ടല്ല, അതായത് മീനും വേരിയൻസ് കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും അപ്പോഴും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ രണ്ട് ടൈപ്പ് സ്റ്റേഷനറി നമുക്ക് പഠിക്കാനുണ്ട്. വൺ ഇസ് ട്രെൻഡ് സ്റ്റേഷനറി ആൻഡ് ഡിഫറെൻറ്റ് സ്റ്റേഷനറി. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗിവൺ ഇൻ ദ ലാസ്റ്റ് പാരഗ്രാഫ് ഇൻ പേജ് 4.22. Most business and economic time series are far from stationary when expressed there in original unit of measurement, and even after deflation or seasonal adjustment they will typically still exhibit trend, cycle, random walking and other non-stationary behavior. If the series has a stable long-run trend and tends to revert to the trend line following a disturbance, it may be possible to standardize it by detrending. Example, by fitting a trend line and subtracting it out prior to fitting a model, or else by including the time index as an independent variable in a regression or ARIMA model, perhaps in conjunction with logging or deflating. Such a series is called said to be trend stationary. അതായത് ട്രെൻഡ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ സ്റ്റാറ്റിയിൽ. ട്രെൻഡ് എന്താ, കുറേ വർഷത്തെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നതാണ്. പക്ഷേ അത് ചിലപ്പോൾ സംടൈംസ് നമുക്കതിലൊരു ഡീഫ്ലേഷനോ അല്ലെങ്കിൽ സീസണൽ അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ കൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ആ ട്രെൻഡിൽ വരുന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഒരു ട്രെൻഡിങ്ങിലൂടെയാണ് സ്റ്റേഷനറൈസ് ചെയ്യുന്നത്, അതായത് സ്റ്റാൻഡേർഡ് ആക്കുന്നത്. അതർവൈസ് ദേ ഫോളോ സം ഡിസ്റ്റർബൻസ്, എറർ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ട്രെൻഡിങ് നടത്തും. ട്രെൻഡിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ fitting a trend line and subtracting it out prior to fitting a model. ഒരു ട്രെൻഡ് ലൈൻ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യുന്നത്, മോഡൽ ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൽ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ടൈം ഇൻഡെക്സ് ഇൻക്ലൂഡ് ചെയ്തോ അല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾ ഇൻക്ലൂഡ് ചെയ്തിട്ടോ സെറ്റാക്കും. അതിനാണ് ട്രെൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ട്രെൻഡ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ എന്താ പറഞ്ഞത്, however sometimes even detrending is not sufficient to make the series stationary. ചില സമയത്ത് detrending മാത്രം ചെയ്താലും ശരിയാവില്ല എന്ന്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫോം ദ സീരീസ് ഓഫ് പീരീഡ് ടു പീരീഡ് ഓർ സീസൺ ടു സീസൺ ഡിഫറൻസസ് അങ്ങനെയാക്കും. ടൈം അനുസരിച്ചുള്ള പീരീഡ് ടു പീരീഡ് ഓർ സീസൺ ടു സീസൺ ഡിഫറൻസസ്. സോ ഇഫ് ദ മീൻ വേരിയൻസ് ആൻഡ് ഓട്ടോ കോറിലേഷൻ ഓഫ് ദ ഒറിജിനൽ സീരീസ് ആർ നോട്ട് കോൺസ്റ്റൻറ്റ് ഇൻ ടൈം ഈവൻ ആഫ്റ്റർ ഡീട്രെൻഡിങ് ചെയ്തിട്ടും സമയത്തിനനുസരിച്ച് ഇവരൊന്നും കോൺസ്റ്റൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ they will make changes in the series between periods or between seasons will be constant. ഓരോ കുറച്ച് ഗ്യാപ്പ് ഇടും, ഓരോ ടൈം പീരീഡ് എടുക്കും, ഓരോ പർട്ടിക്കുലർ ടൈമിലല്ലാതെ ഒരു പീരീഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു സീസൺ ആയിട്ടോ അതിനെ കോൺസ്റ്റൻ്റ് ആക്കാൻ നോക്കും. അങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡിഫറെൻറ്റ് സ്റ്റേഷനറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഇത് ട്രെൻഡ് സ്റ്റേഷനറി ആണോ ഡിഫറെൻറ്റ് സ്റ്റേഷനറി ആണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ഡിഫറൻസ് ബിറ്റ്വീൻ ഒരു സീരീസ് കണ്ടു കഴിഞ്ഞാൽ അത് ട്രെൻഡ് സ്റ്റേഷനറി ആണോ ഡിഫറെൻറ്റ് സ്റ്റേഷനറി ആണോ, അങ്ങനത്തെ സമയത്താണ് ഒരു യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. അതും വി ആർ ഗോയിങ് ടു സ്റ്റഡി ഇൻ ദ ലാസ്റ്റ് സെക്ഷൻ ഓഫ് ദിസ് മൊഡ്യൂൾ, യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഡിഫറൻസിങ്ങും യൂണിറ്റ് റൂട്ട് ടെസ്റ്റും ഇനി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് ഇസ് ഡിഫറൻസിങ് എന്താണെന്നുള്ളതാണ് കേട്ടോ. ഡിഫറൻസിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോൺ സ്റ്റേഷനറി ആയിട്ടുള്ള ഒരു ടൈം സീരീസിനെ സ്റ്റേഷനറി ആക്കും നമ്മൾ. അപ്പോൾ ആ ഒരു ചേഞ്ച് ഇല്ലേ, ആ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഒബ്സർവേഷൻ, കോൺസിക്യൂട്ടീവ് ഒബ്സർവേഷനിൽ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക, ആ കമ്പ്യൂട്ട് ചെയ്യുന്നതിനെയാണ് ഡിഫറൻസിങ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ രണ്ട് ടൈപ്പ് ഡിഫറൻസിങ് ഉണ്ട്. ഫസ്റ്റ് ഡിഫറൻസ് ഉണ്ട്, സെക്കൻഡ് ഡിഫറൻസ് ഉണ്ട്. ഫസ്റ്റ് ഡിഫറൻസ് ഇസ് എക്സ്പ്ലെയിൻഡ് ഇൻ ദിസ് സ്ലൈഡ്. ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ദ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് എ ടൈം സീരീസ് ഇസ് എ സീരീസ് ഓഫ് ചേഞ്ചസ് ഫ്രം വൺ പീരീഡ് ടു ദ നെക്സ്റ്റ്. ഒരു പീരീഡിന് നെക്സ്റ്റ് പീരീഡിലേക്ക് വരുന്ന ആ ചേഞ്ചിനെ തന്നെയാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്, അതായത് വൺ പീരീഡ് ടു ദ നെക്സ്റ്റ്. ഇഫ് y denotes a value of the time series y at period ഒരു പർട്ടിക്കുലർ ടൈം t എന്ന് പറഞ്ഞതിൽ വാല്യൂ ഓഫ് ദ ടൈം സീരീസ് ആണ് yt, then the first difference of y at period t is equal to yt minus yt minus 1. അതായത് അതിൻ്റെ പ്രീവിയസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു, അതാണ് yt minus yt minus 1. ആ ഡിഫറൻസിനെയാണ് ഫസ്റ്റ് ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ വേറെ ഒരു അഡീഷണൽ സംഭവമൊക്കെ അവരതിൽ പറയുന്നുണ്ട്, എക്സ്പ്രസ് ചെയ്യുന്നത്. അതൊന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റാറ്റ് ഗ്രാഫിക്സിൽ ഡിഫ് ഓഫ് വൈ എന്നും റിഗ്രസ്സിൽ y_diff1 എന്നുമുള്ള ഒരു ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതാണ് ആ 1 യൂസ് ചെയ്യുന്നത്, y_diff. അതൊന്നും കുഴപ്പമില്ല. ഇനി രണ്ട് കാറ്റഗറി കൂടി നമ്മളിതിൽ പഠിക്കുന്നുണ്ട്, റാൻഡം വാക്ക് മോഡലും അരിമ മോഡലും. അരിമ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അല്ലേ, അരിമ മോഡൽ എന്തിനു വേണ്ടിയിട്ടാണ്. അപ്പം റാൻഡം വാക്ക് മോഡൽ എന്താ, അരിമ മോഡൽ എന്താണെന്നുള്ളതാണ്. അത് ആ സെയിം ഫസ്റ്റ് ഡിഫറൻസിൽ പറയുന്നുണ്ട്. ഇഫ് ദ ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് വൈ ഈസ് സ്റ്റേഷനറി, അതായത് കോൺസ്റ്റൻ്റ് ആണ്, ആൻഡ് ഓൾസോ കംപ്ലീറ്റ്ലി റാൻഡം, അതായത് കംപ്ലീറ്റ്ലി റാൻഡം ആണ്, ഒരു കോറിലേഷനും ഇല്ല എന്നുണ്ടെങ്കിൽ ദ വൈ ഈസ് ഡെപ്പിക്റ്റഡ് ബൈ എ സിസ്റ്റം വാക്ക്, y is described by a random walk model. കണ്ടോ,
അതായത് ഫസ്റ്റ് ഡിഫറൻസ് സ്റ്റേഷനറിയുമാണ്, കോൺസ്റ്റൻറ്റുമാണ്, കംപ്ലീറ്റ്ലി റാൻഡം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അത് ഇറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ബൈ എ റാൻഡം വാക്ക് മോഡൽ. ഈച്ച് വാല്യൂ ഇസ് എ റാൻഡം സ്റ്റെപ്പ് അവേ ഫ്രം ദ പ്രീവിയസ് വാല്യൂ. റാൻഡം ആയിട്ടാണ് പ്രീവിയസ് വാല്യൂവിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസ് എന്താ, ഫസ്റ്റ് ഡിഫറൻസ് ഓഫ് ഐ സ്റ്റേഷനറി തന്നെയാണ്, കോൺസ്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ നോട്ട് കംപ്ലീറ്റ്ലി റാൻഡം ആണെങ്കിൽ, അതായത് ദർ ഇസ് സം റിലേഷൻ വിത്ത് ദ പ്രീവിയസ് വാല്യൂ, ഏർലിയർ പീരീഡായിട്ട് കുറച്ചും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോഡൽ ഏതാണ്, ആരിമ മോഡൽ വിൽ ബി അപ്രോപ്രിയേറ്റ്. ഈ രണ്ട് കാര്യങ്ങളും പറഞ്ഞാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഡിഫറൻസിൽ വരുന്നതാണ് റാൻഡം വാക്ക് മോഡലും ആരിമ മോഡലും. ഇത്രയും കാര്യങ്ങളെ ഡിഫറൻസിങ്ങിൽ പറയാനുള്ളൂ. സോ വി ആർ മൂവിങ് ടു ദ ലാസ്റ്റ് സ്ലൈഡ്. അതിൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിങ് നമ്മൾ പറഞ്ഞു, ഒരു ടൈപ്പ് ഡിഫറൻസിങ് കൂടി ഉണ്ടല്ലോ, സെക്കൻഡ് ഓർഡർ ഡിഫറൻസിങ്. അത് പറയുമ്പോൾ തന്നെ അറിയാലോ, ഫോർ ദ സെക്കൻഡ് ടൈം വി ആർ അഗെയിൻ ഡിഫറൻസിങ്. അപ്പോൾ ഓൾറെഡി ഡിഫറൻസ് ചെയ്ത ഡാറ്റ, അതായത് ഫസ്റ്റ് ടൈം ഡിഫറൻസ് ചെയ്ത ഡാറ്റ സംടൈംസ് ദേ മേ നോട്ട് ബി സ്റ്റേഷനറി, അവർ കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. അപ്പോൾ വാട്ട് വി ഹാവ് ടു ഡു, എഗെയിൻ വി നീഡ് ടു ഡിഫറൻസ്. അപ്പോൾ ആ ഡിഫറൻസസ് അല്ലെങ്കിൽ ആ ചേഞ്ചസ് വരുത്തുന്ന ഫോർ ദ സെക്കൻഡ് ടൈം, അപ്പോൾ മാത്രമേ അത് സ്റ്റേഷനറി ആവുള്ളൂ. അങ്ങനെ സെക്കൻഡ് ടൈം ചെയ്യുവാണെങ്കിലാണ് വി കോൾ ഇറ്റ് ആസ് എ സെക്കൻഡ് ഓർഡർ ഡിഫറൻസിങ്. അപ്പോൾ അതിനവരൊരു ഇത് പറഞ്ഞേക്കണുണ്ടോ, ചേഞ്ച് ഇൻ ദ ചേഞ്ചസ് ഓഫ് ദ ഒറിജിനൽ ഡാറ്റ. അപ്പോൾ ചേഞ്ചസ് ഓഫ് ദ ഒറിജിനൽ ഡാറ്റ ഇസ് ദ ഫസ്റ്റ് ഡിഫറൻസ്, അതിൽ ചേഞ്ചസ് വരുത്തുമ്പോൾ ഇറ്റ് ഇസ് സെക്കൻഡ് ഓർഡർ ഡിഫറൻസിങ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്. അപ്പം ഞാൻ പറഞ്ഞായിരുന്നു യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ട്രെൻഡ് സ്റ്റേഷനറി ആണോ അതോ ഡിഫറൻറ്റ് സ്റ്റേഷനറി ആണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് വി ആർ യൂസിങ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ്. അപ്പം സ്റ്റേഷനാരിറ്റി ടെസ്റ്റിന് വേണ്ടിയാണ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് യൂസ് ചെയ്യുന്നത്. ഈ യൂണിറ്റ് റൂട്ട് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുക. യൂണിറ്റ് റൂട്ട് ഇസ് എ സ്റ്റൊക്കാസ്റ്റിക് ട്രെൻഡ്. സ്റ്റൊക്കാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, റാൻഡം ട്രെൻഡ് അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക് ട്രെൻഡ് ഇൻ എ ടൈം സീരീസ്, സംടൈംസ് കോൾഡ് എ റാൻഡം വാക്ക്. റാൻഡം ഞാൻ പറഞ്ഞല്ലോ, സ്റ്റൊക്കാസ്റ്റിക് എന്ന് വെച്ചാൽ പ്രോബിലിറ്റി, റാൻഡം. യൂണിറ്റ് റൂട്ടിന് അതുകൊണ്ട് റാൻഡം വാക്ക് എന്ന് പറയും. എന്തായിരുന്നു റാൻഡം വാക്ക്, നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, ആരിമ മോഡലും റാൻഡം വാക്ക് എന്നുള്ളത് എന്താണെന്ന് പറഞ്ഞല്ലോ, ഡിഫറൻസ് സ്റ്റേഷനറി ആവും പക്ഷേ കംപ്ലീറ്റ്ലി റാൻഡം ആയിരിക്കും. കംപ്ലീറ്റ്ലി റാൻഡം ആകുമ്പോഴാണ് റാൻഡം വാക്ക് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നോട്ട് കംപ്ലീറ്റ്ലി റാൻഡം ആണെങ്കിൽ ആരിമ മോഡൽ എന്നാണെന്ന് പറയും. അപ്പോൾ ഈ യൂണിറ്റ് റൂട്ടിനെ റാൻഡം വാക്ക് എന്നാണ് പറയുന്നത്. So if a time series has a unit root, it shows a systematic pattern that is unpredictable. നമുക്ക് ഒരിക്കലും റാൻഡം ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ യൂണിറ്റ് റൂട്ടിനെ ഒരിക്കലും നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല, ഇറ്റ്സ് അൺപ്രഡിക്റ്റബിൾ. പിന്നെ പറയുന്നത് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് ആർ ടെസ്റ്റ് ഫോർ സ്റ്റേഷനാരിറ്റി ഇൻ എ ടൈം സീരീസ്. എ ടൈം സീരീസ് ഹാസ് സ്റ്റേഷനാരിറ്റി ഇഫ് എ ഷിഫ്റ്റ് ഇൻ ടൈം ഡസൻ കോസ് എ ചേഞ്ച് ഇൻ ദ ഷേപ്പ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ. സ്റ്റേഷനറി ആണെന്നുണ്ടെങ്കിൽ എന്താ, എന്തൊരു ചേഞ്ച് ടൈമിന് ഒരു വ്യത്യാസം വന്നാലും ആ ഡിസ്ട്രിബ്യൂഷനിൽ ചേഞ്ച് വരത്തില്ല. അങ്ങനെയാകുമ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം. സോ ടൈം സീറ്റ് ഇനി ഷേപ്പിൽ യൂണിറ്റ് റൂട്ട് ആർ വൺ കോസ് ഓഫ് ഫോർ നോൺ സ്റ്റേഷനാരിറ്റി അല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റേഷനാരിറ്റി അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരനായിരിക്കും യൂണിറ്റ് റൂട്ട് ആയിരിക്കും. അതൊരു റാൻഡം ആയിട്ടുള്ളതാണ്. റാൻഡം ആയതുകൊണ്ട് നോർമൽ ആവില്ല, ഷേപ്പ് വ്യത്യാസം വന്നേക്കാം എന്നുള്ളതാണ്. അപ്പം ഇതിൽ മെനി ടെസ്റ്റ് ഇത് കൂടാതെ നമ്മുടെ യൂണിറ്റ് റൂട്ടിൻ്റെ കയ്യിലുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, ഡിക്ക ഫുള്ളർ ടെസ്റ്റ്, എലിയോട്ട് റോതൻബർഗ് സ്റ്റോക്ക് ടെസ്റ്റ്, സ്കിംഡ് ഫിലിപ്സ് ടെസ്റ്റ്, ഫിലിപ്സ് പെറോൺ ടെസ്റ്റ് ആൻഡ് സിവോട്ട് ആൻഡ്രൂസ് ടെസ്റ്റ്. ഇറ്റ്സ് ഡിഫിക്കൽട്ട്, പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതാണ് വാട്ട് ഈസ് യൂണിറ്റ് റൂട്ട് ടെസ്റ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചതാണ്. ഇപ്പോൾ ഇത് പേരെഴുതിയില്ലെങ്കിലും ഒന്ന് രണ്ട് പേരെങ്കിലും ഒന്ന് ഓർത്ത് വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ലത്. അപ്പോൾ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് എന്ന് പറയുന്നത് ലീനിയർ റിഗ്രഷൻ ബേസ്ഡ് ആണ്. അതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് ഫേസാണ് ADF, ഓഗ്മെൻറ്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ് എന്ന് പറയും. സീരിയൽ കോറിലേഷൻ വരുമ്പോഴാണ് ADF യൂസ് ചെയ്യുന്നത്. അത് മോർ കോംപ്ലക്സ് മോഡലിന് വേണ്ടിയാണ് ADF യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ ആണെങ്കിൽ ഡിക്കി ഫുള്ളർ ടെസ്റ്റ് മതി. സീരിയൽ കോറിലേഷൻ ആണെങ്കിൽ ഏത് യൂസ് ചെയ്യും, ADF യൂസ് ചെയ്യും. പിന്നെ എലിയോട്ട് റോതൻബർഗ് സ്റ്റോക്ക് ടെസ്റ്റിന് വീണ്ടും സബ് ടൈപ്പ് ഉണ്ട്, P ടെസ്റ്റും DFGLS ടെസ്റ്റും. P ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് എറർ ടേം, സീരിയൽ കോറിലേഷനിൽ എറർ ടേമിനെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. DFGLS ടെസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് എന്തിനാണ്, ഡീട്രെൻഡഡ് ഡാറ്റേനെ കണ്ടുപിടിക്കാനായിട്ട്. പിന്നെ സ്കിംഡ് ഫിലിപ്സ് ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ, ഇൻക്ലൂഡ്സ് എ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് വേരിയബിൾ ഇൻ നൾ ആൻഡ് ആൾട്ടർനേറ്റ് ഹൈപ്പോത്തസിസ്. ഫിലിപ്സ് പെറോൺ ടെസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്, ഡിക്കിയുടെ തന്നെ ഒരു മോഡിഫിക്കേഷനാണ്. ആൻഡ് ഇറ്റ് കറക്റ്റ്സ് ദ ഓട്ടോ കോറിലേഷൻ ആൻഡ് ഹെറ്ററോസ്കിഡിസിറ്റി ഇൻ ദ എറേഴ്സ്. ആൻഡ് ഫൈനലി ദ സിവോട്ട് ആൻഡ്രോസ് ടെസ്റ്റ് allows a break at an unknown point in the intercept of linear trend. ഒരു ബ്രേക്ക് ഉണ്ടാക്കുന്നു ലീനിയർ ട്രെൻഡിൽ. ഇത്രയും കാര്യങ്ങൾ അതിൽ നമുക്ക് പഠിക്കാനുള്ളത് ADF മാത്രമേ ഉള്ളൂ, ഓഗ്മെൻറ്റഡ് ഡിക്കി ഫുള്ളർ ടെസ്റ്റ്. സ്റ്റാറ്റിസ്റ്റിക്സിലാണെങ്കിലും എക്കണോമെട്രിക്സിലാണെങ്കിലും ADF ടെസ്റ്റ് എന്താ ചെയ്യുന്നത്, നൾ ഹൈപ്പോത്തസിനെ ടെസ്റ്റ് ചെയ്യും. എന്തിനാ, വെദർ ദേ ഹാവ് യൂണിറ്റ് റൂട്ട് ഇസ് പ്രസൻറ്റ് ഇൻ ദ ടൈപ്പ് സീരീസ് സാമ്പിൾ. അതിന് വേണ്ടിയിട്ടാണ്. ഒരു യൂണിറ്റ് റൂട്ട് അതിൽ പ്രസൻറ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കും.
Alternative hypothesis is different depending on which version of the test is used, but is usually stationarity or trend stationarity. Alternative hypothesis എപ്പോഴും stationarity അല്ലെങ്കിൽ trend stationarity ആയിരിക്കും. അപ്പോൾ ADF test can be used with serial correlation. Serial correlation ആയിട്ട് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. Serial correlation ഓർമ്മയില്ലേ? Auto correlation കേട്ടോ. ADF can handle more complex models of the Dickey-Fuller test, that is more powerful. It should be used with caution because like most unit root test, it has a relatively high type 1 error rate. Type 1 error കൂടുതലുള്ളതാണ് ഈ ADF. അതുകൊണ്ട് തന്നെ ഒരു കോഷനാണ്. എന്താണ് ടൈപ്പ് 1 എറർ? റിജക്റ്റിംഗ് ദ നൾ ഹൈപ്പോത്തസിസ് ഈവൻ ഇഫ് ഇറ്റ് ഇസ് ട്രൂ. ശരിയായിട്ടും നൾ ഹൈപ്പോത്തസിസ് റിജക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളതാണ് ഈ ADF. പിന്നെ ചൂസിങ് മോഡൽസ് ആൻഡ് ലാഗ്സ്. സാധാരണ 3 ബേസിക് റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ കോൺസ്റ്റൻറ്റ് നോ ട്രെൻഡ് കണ്ടോ അങ്ങനെ വരും. പിന്നെ കോൺസ്റ്റൻറ്റ് ഉണ്ട് പക്ഷെ നോ ട്രെൻഡ് അങ്ങനത്തെ കേസ്. എല്ലാം ഫോർമുല നോക്കിക്കേ, ഒരു കോൺസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ ഒരു ആൽഫ വരും, ബാക്കിയൊക്കെ ഫോർമുല സെയിം തന്നെ കേട്ടോ. ഗാമ YT -1 പ്ലസ് VT അത് തന്നെ എല്ലാവരുടെയും റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ കോൺസ്റ്റൻറ്റും ഉണ്ട് ട്രെൻഡും ഉണ്ടെങ്കിൽ ആൽഫ പ്ലസ് ഗാമ YT -1 പിന്നെ പ്ലസ് ലാംഡ T പ്ലസ് VT എന്ന് പറഞ്ഞ അഡീഷണൽ ഒന്ന്. ADF ആണെങ്കിൽ വേറെ ഒന്നും ചെയ്തില്ല, ഈ സെയിം ഇക്വേഷൻ തന്നെ, പക്ഷേ എന്ത് ചെയ്യും, ഒരു അഡീഷണൽ സംഭവം കൂടി എററിന് മുമ്പിൽ ചേർക്കുന്നുണ്ട് അവർ. എന്താണ്? സിഗ്മ S = 1 to m AS ഡെൽറ്റ YT - S എന്നുള്ളത്. പഠിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പഠിക്കും. അതിപ്പം ബൈ ഹാർട്ട് ചെയ്യാൻ നിവർത്തിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് ചാപ്റ്റർ. ഇതിൽ കൂടുതലും പ്രോബ്ലംസ് നോക്കുക, പിന്നെ ഇതുപോലത്തെ കുറച്ച് ടേംസ് കൂടിയൊക്കെ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്താൽ പഠിക്കാൻ പറ്റുന്നത് പഠിക്കുക, അത്രേ ഞാൻ പറയുള്ളൂ, നിർബന്ധിക്കുന്നില്ല. മനസ്സിലാവുന്നതെല്ലാം പഠിച്ചു വയ്ക്കുക, ഹെഡിങ് ഒക്കെ നോട്ട് ചെയ്ത് വയ്ക്കുക. ഒരു സെൻറ്റൻസെങ്കിൽ ഒരു സെൻറ്റൻസ് അതിനെപ്പറ്റി എഴുതാൻ പറ്റുക. ഫുള്ള് എഴുതാൻ പറ്റിയില്ലെങ്കിലും അത്യാവശ്യം പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു വയ്ക്കുക. പ്രോബ്ലംസ് എല്ലാം നോക്കുക. ഓക്കെ.